ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മലപ്പുറത്തുകാരുടെ പഴയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഒരു തുള്ളി ഓയിൽ പോലും നമുക്കിതിന് ആവശ്യമില്ല, കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നൈസ് പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തേങ്ങയൊക്കെ ചിരകിയത് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ച് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചാൽ മതി. തിളപ്പിച്ച് വെച്ച വെള്ളമല്ല, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തിരി കിട്ടുക കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ. നല്ല ചൂടിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാറിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇലയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇത് നമ്മൾ പൊടണ്ണിൻ്റെ ഇലയിലാണ് പരത്തിയെടുക്കാറുള്ളത്. അപ്പോൾ കുറച്ച് വലിയ ഉരുളാക്കിയിട്ട് വേണം നമ്മൾ ഇത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലയിലാണ് നമ്മളിത് പരത്തിയെടുക്കുക. ഈ ഇലയിൽ പരത്തുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ഉരുള എടുത്തിട്ട് നമ്മൾ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറച്ചിട്ടല്ലേ ഈ ഒരു പത്തിരി ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് കനത്തോട് കൂടിയാണ് പത്തിരി ഉണ്ടാക്കുക. ഒരാൾക്ക് ഒന്നോ രണ്ടൊക്കെ കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറ് നിറയും. അത്രയും വേണ്ടുള്ളൂ. അത്രയും കനത്തിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കനത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ വേറൊരു ഇല വെച്ചിട്ട് ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. രണ്ട് ഇലയിലും രണ്ട് ഭാഗത്തും ഓരോ ഇല വെക്കണം. ഇത് വാഴയിലയിൽ ഉണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പൊടണ്ണിൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാക്കണം. ഈ ഒരു ഇലക്ക് ചിലപ്പോൾ പല സ്ഥലത്തും പല പേരിലാവും പറയാം. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ പൊടണ്ണി തന്നെയാണ് പറയുക കേട്ടോ. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള പത്തിരീൻ്റെ ചട്ടിയിലാണ്, നമ്മൾ മൺചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. മൺചട്ടിയിൽ ഈ ഒരു ഇലയിൽ ചുടുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ചട്ടിയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഇല ഒന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ ഒന്ന് ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് ആ ഒരു ഇലയും കൂടെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. ഇനി നല്ല പോലെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് നെയ്യൊന്ന് രണ്ട് ഭാഗത്തും ആക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ രണ്ട് ഭാഗമായിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരു മലപ്പുറത്തുകാർക്കൊക്കെ അറിയും കേട്ടോ. വേറെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇലപ്പരത്തി പത്തിരിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.